അങ്ങനെ ഷാമുന്റെ ഡെലിവറി കഴിഞ്ഞിട്ട് പിറ്റേഴ്സും രാവിലെ തന്നെ ഞാൻ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട്. ഇതിപ്പോ ഞാൻ എവിടെയാണെന്നല്ലേ നിങ്ങൾ ആലോചിക്കുന്നത്. ഇത് ഹോസ്പിറ്റലിന്റെ 5ാമത്തെ നിലയിലാണ് ഞാൻ ഉള്ളത് കേട്ടോ. ഞാൻ മാത്രമല്ല മാമിയുണ്ട്. അതായത് ബാബന്റെ ഡ്രസ്സ്, അതായത് ചെറിയ തുണികൾ കാര്യങ്ങളൊക്കെ നമ്മൾ മേലെ അയലിടേണ്ടിട്ട് ഇങ്ങനെ വന്നിട്ടാണ് ഉള്ളത്. സത്യം പറഞ്ഞാലേ ഈ ഒരു ഭാഗത്തേക്കില്ല ഒറ്റക്ക് വരാനേ പറ്റത്തില്ല കേട്ടോ. കാരണം ആരും ഉണ്ടാവില്ല, ഒരു വല്ലാത്തൊരു ഏരിയ കേട്ടോ ഇത്. അതുകൊണ്ട് ഞാനും മാമയും കൂടി വന്നിട്ട് ഇത് എവിടെയൊക്കെ അയലിടുന്നതാണ്. ഇവിടുന്ന് നോക്കുമ്പോൾ ഈ ഒരു പാർക്കിംഗ് ഏരിയ ഒക്കെ കാണാം. അങ്ങനെ മാമന്റെ തുണികളിൽ ഷാമുന്റെ ഡ്രസ്സും ഒക്കെ ഇത് അയലിട്ടിട്ട് നമ്മൾ നേരെ ലിഫ്റ്റിലേക്ക് കയറാൻ പോവാണ്. ഫസ്റ്റ് ഫ്ലോറിലായിരുന്നു ഷാമുന് റൂം കിട്ടിയത്. ഇത് ലിഫ്റ്റ് ഇറങ്ങുമ്പോൾ നന്ദൂട്ടനും ഡെഹിയാട്ടനും ഇവരൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇതെല്ലാവരും നമ്മളെല്ലാവരും കൂടിയിട്ട് ഇത് നേരെ റൂമിലേക്ക് പോവാണ്. ഈ ഒരു കഥകളിന്റെ ഈ ഒരു പെയിന്റിംഗ് കണ്ടോ, ഇത് നമ്മളെ ഫസ്റ്റ് ഫ്ലോറിലുള്ളതാണ്. അതായത് ലിഫ്റ്റ് ഇറങ്ങുന്ന എടുക്കുള്ള ഒരു പെയിന്റിംഗ് ആണ്. നല്ല ഭംഗി തോന്നിയപ്പോൾ ഒരു വീഡിയോ എടുത്താണ്. അങ്ങനെ റൂമിലെത്തിയപ്പോൾ ഇതാ രഹിയാട്ടന്റെ അച്ഛൻ ഇതാ ഈ ഒരു സ്നാക്സ് എല്ലാവർക്കും കൊടുക്കുകയാണ്. അതായത് ആവിക്ക് വെച്ചൊരു ബോണ്ട പോലത്തെ അങ്ങനെ എന്തോ ആയിരുന്നു. അപ്പൊ ഇതൊക്കെ ഞാൻ വീഡിയോ എടുക്കുന്നത് രഹിയാട്ടന്റെ അച്ഛൻ കണ്ടില്ലേ, ആദ്യം കാണിച്ചു കൊടുത്തപ്പോഴാണ് ഇതൊക്കെ കണ്ടത്. ആ ഒരു സെക്കൻഡിൽ നടന്നൊരു റിയാക്ഷൻ ആണ് നിങ്ങൾ ഈ കണ്ടത്. പിന്നെ മാമീന്റെ ഏച്ചി മോനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ രഹിയാട്ടന്റെയും കുറച്ച് കുടുംബക്കാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതാ ഞാൻ ഇതാ വാവേനെ കുറച്ച് സമയം ഒന്ന് മടിയിൽ വെച്ചിട്ട് ഇങ്ങനെ വെറുതെ, അവള് ഒരേ ഉറക്കാട്ടോ, അവളങ്ങനെ കളി കാര്യങ്ങളൊന്നുമില്ല, ഒരേ ഉറക്കം. നമ്മളിപ്പോ എത്ര അവളെ വിളിച്ചു കഴിഞ്ഞാൽ അവള് ഞെട്ടുകയേ ഇല്ല. ഈ സ്വിച്ചൊക്കെ ഇട്ട് കഴിഞ്ഞാൽ വേഗം ഞെട്ടുക. അങ്ങനെ ഒരു മൊബൈലിന്റെ ഒച്ചോ അങ്ങനത്തെ ഒക്കെ ഇട്ടാലൊന്നും അവള് ഞെട്ടില്ല. അപ്പൊ നല്ല ഉറക്കത്തിലാണ് ആള്. അതായത് അവള് നല്ല ഉറക്കിന്റെ ആളാട്ടോ. അവൾക്ക് വിശന്നാല് പാലിന്റെ ടൈമിൽ മാത്രമേ അവള് ഈ കരച്ചല് കാര്യങ്ങളൊക്കെ ഉള്ളൂ. ഇന്നത്തെ ഉച്ചഭക്ഷണം ഇതാണ്. ഇത് രഹിയാട്ടനെ മൂത്ത കൊണ്ട് വന്നതാണ്. അതുകൊണ്ട് ക്യാൻറ്റീനിലൊന്നും പോകേണ്ടി വന്നില്ല. നല്ല വീട്ടിലെ ഫുഡ് തന്നെ കഴിക്കാൻ പറ്റിയ. അപ്പം ബാക്കി വിശേഷം അടുത്ത വീഡിയോ പറയാമേ. അപ്പൊ ഓക്കെ, ബൈ.